മാസത്തെ ഒരു തവണ സാമ്പാർ മുഖ്യം വീലേ ആർക്ക്? എനിക്ക് തന്നെ, അല്ലാതെ ആർക്ക്? പച്ചക്കറി ഇട്ട് എനിക്കൊരു സാമ്പാർ വെക്കണം. ഒന്നല്ല 2, 3 സാമ്പാർ വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ദേ ഇവിടെ എല്ലാ പച്ചക്കറിയുടെ മൂടും തലയും വാലും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ചിലയിടത്തൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി. ഞാൻ എന്തായാലും ആ സാഹസത്തിന് നിന്നില്ല. ഒരു 2, 3 വെള്ളം നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് മത്തന് ഉപയോഗിക്കുന്നുണ്ട്. ചിലരൊന്നും മത്തനിടാറില്ല. ഞാൻ പിന്നെ ഇത് കിടന്ന് പാഴി പോകണ്ടല്ലോ എന്ന് കരുതി മത്തനും കൂടി ഇടുന്നത്. ഞാൻ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇടാറുണ്ട്. ചിലയിടത്തൊന്നും എല്ലാം ഉപയോഗിക്കാറില്ല. ദേ ഈ വെണ്ടയ്ക്കകത്തൊരു സാധനം അത് നമ്മൾ മാറ്റി നമുക്ക് ചെത്തിയെടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുഞ്ഞു തീരെ കുഞ്ഞാണ്ട കഷ്ണങ്ങൾ ആക്കുക. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കുക. വെണ്ടയ്ക്കൊക്കെ എപ്പോഴും കീറിയിടാൻ ശ്രമിക്കുക. കണ്ടോ, ഇതിനകത്ത് ഇടാം ഉമിക്കിരി. പുറത്ത് കണ്ടപ്പോൾ നല്ല വെണ്ടയ്ക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് കീറിയിടുക. പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ പേരെന്തായിരുന്നു? കത്തിരിക്ക. ഇവനെയും കീറി നോക്കിയിട്ടൊക്കെ ഇടുന്നില്ലേ പുഴുവും കൂടെ തിന്നേണ്ടി വരും. നമ്മൾ ഈ വലിപ്പത്തിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് പരിപ്പാണ്. വാസുവണ്ണനുമായിട്ട് വലിയ സമ്പർക്കമൊന്നും ഇല്ലാത്തവർ പരിപ്പ് കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഉപ്പാട് വരും. ഞാനിവിടെ അത്യാവശ്യം അധികം പരിപ്പ് എടുക്കാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ സാമ്പാർ ഇങ്ങനെ നല്ല കുഴഞ്ഞിരിക്കണം. വെണ്ടയ്ക്ക് കൂടുതൽ ഉപയോഗിച്ചാലും കൊഴുപ്പ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് ഇച്ചിരി കായവും നമ്മുടെ മല്ലിയിലയുടെ മണമൊക്കെ സാമ്പാറിന് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. എൻ്റെ ഒരു ചെറിയ കുക്കറായിരുന്നു, അത് നിറഞ്ഞു. പിന്നെ ദേ മല്ലിയില. പിന്നെ നമ്മൾ ദേ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുക്കറുണ്ടല്ലോ, ഒരു വിധത്തിൽ അതിനകത്ത് വിസിൽ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവൻ്റെ തലവഴി നോക്കി ഒരു കൊട്ട് കൊടുത്തു ഗൈസ്. ടപ്പേന്ന് കൊടുത്തതും ദേ വിസിൽ വന്നു. അതിരുന്ന വെള്ളമെല്ലാം എൻ്റെ സ്റ്റൗവിൽ വീണ് നാശകൂപമായി. തുറന്ന് നോക്കിയപ്പോൾ കളറില്ല ഗൈസ്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? കളറിട്ട് കൊടുക്കാം. കളറല്ല, നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ഒരു പാത്രത്തിൽ വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതേ എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു. അതിനകത്തേക്ക് കുഞ്ഞു അരിഞ്ഞ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എന്നിവയിട്ട് ഇങ്ങനെ കിണ്ടുക. കിണ്ടി കഴിയുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് കിണ്ടുക. ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, തക്കാളി ഇട്ടില്ലെന്ന്. പിന്നെ തക്കാളിയും കൂടി ഇതിലോട്ട് ഇട്ടങ്ങ് വഴറ്റിയിടുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ സാമ്പാർ വയ്ക്കാൻ അറിയാതിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായമായാലോ. ഓക്കെ, പറഞ്ഞു കുളവാക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഇനി ഒരു കോൾ വന്നു. അതുകൊണ്ട് ഞാൻ തവിക്കകത്ത് ഒരു ഇതിനകത്തോട്ട് ഒഴിക്കുമായിരുന്നു. പിന്നെ മൊത്തത്തിലെല്ലാം കൂടെ എടുത്ത് ഞാനങ്ങ് ഒഴിച്ചു കഴിഞ്ഞപ്പോഴുണ്ടാ കളറില്ല. പക്ഷേ ഇത് കളറുണ്ട് കേട്ടോ. ഈ ഫോണിന് ഇനി ഫ്ലാഷൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ. പിന്നെ ഞാൻ കഴിക്കാൻ നേരം കാണിക്കാൻ നല്ല കളറുണ്ടായിരുന്നു. കുക്കറിലൊക്കെ സാമ്പാർ വെക്കുന്നവർ ഇങ്ങനെയൊക്കെ വെക്കും. നിങ്ങളൊക്കെ സാമ്പാറിൽ എക്സ്പേർട്ടെന്ന് അറിയാം. എന്നാലും ഇതിവിടെ കിടക്കട്ടെ.